നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു റീഡിംഗ് ആയിട്ടല്ല. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് നിങ്ങളെ ഒന്ന് വിളിപ്പിച്ചാലോ? നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെ വിളിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിപ്പിച്ചിട്ട് നിങ്ങളെ ഒന്ന് കോൾ ചെയ്യിപ്പിച്ചാലോ? ആ കാര്യമാണ് നമുക്കിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത്. റിച്വൽസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലും പല ചേഞ്ചസ് ഉണ്ടാവും. ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു ഫാമിലി ആണെങ്കിൽ ആ ചേഞ്ചസിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങളൊരു ഫാമിലിയാണ്, ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പം മിണ്ടാണ്ട് പോയി, അവരുടെ ഒരു അറിവും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി പണ്ട് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തില്ലയോ, അതൊക്കെ ഓർക്കാൻ തുടങ്ങും. നിങ്ങൾ ട്രിപ്പിന് പോയതും ആ ഒരു കാര്യം ഓർമ്മ വന്നിട്ട് ഇനിയും ട്രിപ്പിന് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹം വരാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ പ്രോബ്ലമായിട്ട് വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി ഇല്ലേ, ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചിട്ട് അവർ ഇന്നത്തെ ദിവസം ചിന്തിക്കത്തതേ ഇല്ല. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നോ കോണ്ടാക്റ്റിലായിട്ട് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ തന്നെയും അവർ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്യുമ്പോഴത്തേക്ക് ഇന്നത്തെ ഒരു ദിവസം അവർ മറ്റാരെക്കുറിച്ചും ചിന്തിക്കാതെ നിങ്ങളെ സ്നേഹിച്ച കാര്യം ഓർക്കും. നിങ്ങളെ സ്നേഹിച്ച കാര്യവും നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ കാര്യവും എല്ലാം അവർ ഓർക്കും. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പോലും പറയാതെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി, അതൊക്കെ അവർ ഓർക്കും. അതൊക്കെ ഓർത്തിട്ട് നിങ്ങളെ ഒന്ന് വന്ന് കെട്ടിപ്പിടിക്കണം, ചെയ്തു പോയ തെറ്റിനൊക്കെ ഒന്ന് മാപ്പ് പറയണം. ആ ഒരു നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്യുന്നതോടുകൂടി അവർക്ക് മാനസികപരമായിട്ടൊരു ഡിപ്രഷൻ വരും. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് ഓർത്തിട്ട് അയ്യോ നിങ്ങളെ ഒന്ന് വിളിക്കണമല്ലോ, ആ ഒരു സ്നേഹം തിരിച്ചു വേണമല്ലോ, പണ്ട് അവർ അനുഭവിച്ച സ്നേഹമൊക്കെ തിരിച്ചു വേണം എന്നൊക്കെയുള്ള അവർ ചിന്തിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു റിച്വൽ നമുക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഇന്നത്തെ ദിവസം ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി എന്ന് കാണാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളറിയാണ്ട് ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റ് അല്ല, കോണ്ടാക്റ്റിൽ ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇത് നിങ്ങൾ എന്നാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ടും റെസൊണേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ എപ്പോഴാണോ ചെയ്യുന്നത് ആ ഒരു ദിവസം നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ കാണാൻ ഉള്ള സാധ്യതയുണ്ട്. അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും, അവരുമായിട്ട് എവിടെയൊക്കെ പോകും, അവർക്ക് പണം കൊടുത്ത് സഹായിക്കും, അവരുടെ കൂടെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു റിച്വൽ ചെയ്യുക. ഈ റിച്വൽ ചെയ്യാനായിട്ട് ആവശ്യം വെള്ള കളറിലെ പേപ്പറും ബ്ലൂ കളറിലെ പെൻ അല്ലെങ്കിൽ സ്കെച്ച് പെന്നാണ് കേട്ടോ. ബ്ലൂ കളർ മസ്റ്റായിട്ട് എടുക്കുക. ഈ പേപ്പറിൽ വരച്ച് വെച്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊന്നും മനസ്സിലേക്ക് കാണില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആ പേപ്പറിൻ്റെ തൊട്ട് മുകളിൽ ഒരു 7 മേഘങ്ങളെ വരയ്ക്കുക. ഷേപ്പൊന്നും നോക്കണ്ട, എങ്ങനെയാണെന്ന് വെച്ചാൽ വരച്ചു. ഓക്കെ. അതിനുശേഷം തൊട്ട് താഴെ കോൾ മീ നൗ എന്ന് എഴുതിയതിന് ശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുക. അതിൻ്റെ തൊട്ട് താഴെ ഐ ആം ടോക്കിംഗ് ടു യു നൗ 3 തവണ അണ്ടർലൈൻ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെ പേരിൻ്റെ അടിയിൽ 3 തവണ അണ്ടർലൈൻ ചെയ്യുക. 3 തവണ അണ്ടർലൈൻ ചെയ്യുന്നത് വളരെ മസ്റ്റാണ്. അത് 4 തവണയൊന്നും ആയി പോവരുത് കേട്ടോ. ഐ ആം ടോക്കിംഗ് ടു യു നൗ. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുക, 3 തവണ അണ്ടർലൈൻ ചെയ്യുക. ഈ ഐ ആം ടോക്കിംഗ് ടു യു നൗ നിങ്ങളിത് ചെയ്യുമ്പോഴത്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു എക്കോ കേൾക്കാൻ പറ്റും. നിങ്ങളിത് ഭയങ്കര ട്രസ്റ്റോടുകൂടി സമാധാനപരമായിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. നല്ല ഹാപ്പിനെസ്സോടുകൂടി വേണം ഇത് ചെയ്യാൻ. ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം ഈ ഒരു പേപ്പർ നിങ്ങൾ ഫോൾഡ് ചെയ്യണം. അത് നിങ്ങളുടെ അടുത്തോട്ട് വേണം 7 തവണ ഫോൾഡ് ചെയ്യാൻ. ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പൗച്ചുണ്ടല്ലോ, എന്താ പറയുക, മൊബൈൽ പൗച്ചിൻ്റെ ബാക്കിൽ വയ്ക്കാം. പിന്നെ പില്ലോയുടെ അടിയിൽ വയ്ക്കാം, ബുക്കിൻ്റെ അടിയിൽ വയ്ക്കാം, മേശയുടെ ഉള്ളിൽ വയ്ക്കാം, അലമാരയ്ക്കകത്തിരിക്കുന്ന തുണിയുടെ ഉള്ളിൽ വയ്ക്കാം. അങ്ങനെ കുറേ പേപ്പറിനകത്ത് ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ കോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം കേട്ടോ. കുറേ പേർക്ക് ഇന്ന് തന്നെ കോള് വരും.
കുറേ പേർക്ക് ഇന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കോൾ ചെയ്യാൻ തോന്നും, തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും അവർ മറക്കും. കുറേ പേർക്ക് ഇന്ന് തന്നെ കോൾ വരുമെന്ന് പറഞ്ഞില്ലേ, അവർക്ക് വരും. കുറച്ച് ആൾക്കാർക്ക് ഇന്ന് കോൾ വരില്ല എന്നല്ല, അവർക്ക് ടൈം എടുത്തിട്ടാണെങ്കിലും കോൾ വരും. നിങ്ങളിത് വിശ്വാസമായിട്ട് ചെയ്യുക. ഇത് നിങ്ങൾ രാവിലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ പല കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അല്ലാത്ത പല ആക്ടിവിറ്റീസും അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതാണ് അപ്പോൾ ആ ഒരു റിച്വൽ. നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ റിച്വൽസും ഇനി തരുന്നതാണ് കേട്ടോ. എപ്പോഴും വീഡിയോയുടെ അവസാനം എന്ന് പറയുന്ന അല്ലാണ്ട് ഇടയ്ക്ക് ഇതുപോലെ റിച്വൽസ് മാത്രമായിട്ടുള്ള വീഡിയോസ് ഇടുന്നതാണ്. ഇനി പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കുറേ പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവാം, കുറേ പേര് നെഗറ്റീവായിട്ട് പ്രോപ്പർ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, എപ്പോഴും വിഷമം എന്നുള്ള രീതിയിലിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പോസിറ്റീവായിട്ട് നടക്കാനും നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആയിട്ട് അത് പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങളെ ഒന്ന് ഹീലായി നിങ്ങളെ ഒന്ന് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുമാണ് ഈ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. ബ്രേസ്ലെറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങളും കൂടെ കൊടുക്കും. ഈ വീഡിയോ കണ്ട് ബ്രേസ്ലെറ്റ് വാങ്ങിച്ച് ഈ വീഡിയോ കാണുന്നവർക്കറിയാം അവരുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായതെന്ന്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ആ റിസൾട്ട് കിട്ടിയത്, നിങ്ങൾ വിചാരിക്കാത്ത കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ നടന്ന്. അതാണ് ഈ ബ്രേസ്ലെറ്റിൻ്റെ പർപ്പസ് എന്നുള്ളത്. ബ്രേസ്ലെറ്റ് എല്ലാ തരം ആവശ്യങ്ങൾക്കും ബ്രേസ്ലെറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് തയ്യാറാക്കി നൽകുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണെന്നും നിങ്ങളുടെ പേരും നാളും മാത്രം മതി, അത് കൃത്യമായിട്ട് അതുപോലെ ചെയ്ത് തരുന്നതാണ്. ആ ആവശ്യം ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.